മറ്റൊരു വാർത്തയിലേക്ക് വീണ്ടും വിവാദ പരാമർശം നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ചെയർമാനായ സാം പിത്രോദ. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ളവർ ചൈനക്കാരെ പോലെയും പടിഞ്ഞാറുള്ളവർ അറബികളെ പോലെയും ദക്ഷിണേന്ത്യയിൽ ഉള്ളവർ ആഫ്രിക്കക്കാരെ പോലെയും ഉത്തരേന്ത്യയിൽ ഉള്ളവർ വെള്ളക്കാരെ പോലെയുമാണെന്നാണ് സാം പിത്രോദയുടെ പരാമർശം. ഈ വാർത്ത ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. ബി.ജെ.പി. ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എം.ജി. മിഥുൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, തുടർച്ചയായി അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വെട്ടിലാക്കുന്നത് കോൺഗ്രസിനെയാണല്ലോ. ഇത് ഏത് കാര്യം പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള പരാമർശം പിത്രോദ നടത്തിയത്? രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും വംശീയമായി അധിക്ഷേപിക്കുന്ന പരാമർശമാണ് ഇപ്പോൾ സാം പിട്രോഡയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, മുൻകാലങ്ങളിലും അദ്ദേഹം ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. 2 ആഴ്ച മുമ്പായിരുന്നു ഈ അമേരിക്കൻ മോഡൽ സ്വത്ത് വിഭജനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളുണ്ട്. അതിനെതിരെ വലിയ ആയുധമാക്കുന്നത് ബി.ജെ.പി. വലിയ ആയുധമാക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചൊരു കാര്യമായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ അമേരിക്കയിൽ $100 മില്യൺ ആസ്തിയുള്ള ഒരു വ്യക്തി മരണപ്പെട്ടാൽ അതിൽ 45% മാത്രമാകും അനന്തരാവകാശികൾ നൽകുന്നത്. ബാക്കി 55% വരുന്ന സ്വത്തുവകകൾ അത് സർക്കാരിന്റെ ഭാഗമാവുകയും ചെയ്യും എന്നുള്ള ഒരു പരാമർശമായിരുന്നു. അത്തരത്തിലുള്ളൊരു പദ്ധതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം ഇന്ത്യയിലും നടപ്പിലാക്കണം എന്നുള്ളൊരു പരാമർശമായിരുന്നു അന്ന് അദ്ദേഹം നടത്തിയിരുന്നത്. പക്ഷേ ഇന്ന് വംശീയമായി മുഴുവൻ ജനങ്ങളെയും ഓരോ മേഖല തിരിച്ച ഉത്തരേന്ത്യ, ദക്ഷിണേന്ത്യ, ഒപ്പം തന്നെ കിഴക്കൻ സംസ്ഥാനം, ഒപ്പം തന്നെ ദക്ഷിണേന്ത്യ തുടങ്ങി 4 മേഖലകൾ തിരിച്ചുകൊണ്ടുള്ള ഒരു അധിക്ഷേപം പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അതായത് ദക്ഷിണേന്ത്യയിലുള്ളവരെല്ലാം തന്നെ ആഫ്രിക്കക്കാരെ പോലെയും ഒപ്പം തന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ളവരൊക്കെ തന്നെ അറബികളെ പോലെയും, അതായത് മുംബൈ, മഹാരാഷ്ട്ര മേഖലയിലും ഗുജറാത്ത് മേഖലയിലുള്ളവരൊക്കെ അറബികളെ പോലെയും ഒപ്പം തന്നെ കിഴക്ക് സംസ്ഥാനങ്ങളിലുള്ളവരൊക്കെ തന്നെ ചൈനക്കാരെ പോലെയുമാണ്, ഉത്തരേന്ത്യയിലുള്ളവർ വെള്ളക്കാരെ പോലെയാണ് എന്നുള്ളൊരു വംശീയ അധിക്ഷേപമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, ഈ കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളവരെ ചീനിക്കാരെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പല പ്രസംഗങ്ങളും അല്ലെങ്കിൽ പല വിവാദ പരാമർശങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ കൂടി സാം പിട്രോഡയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഈ ഒരു പരാമർശം വിശദീകരണം കോൺഗ്രസ് നൽകുകയുണ്ടായിട്ടുണ്ടോ? മുമ്പൊക്കെ സാം പിട്രോഡയുടെ പ്രസ്താവനകൾ പിന്നീട് കോൺഗ്രസിന് അതിൽ വിശദീകരണം നൽകേണ്ടി വന്നിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഈ പ്രകടന പത്രികയിലെ പരാമർശവും അതിൽ വന്നിരുന്നു, ഈ പിന്തുടർച്ചാ നികുതിയുടെ കാര്യത്തിൽ. ഇതിലെന്തെങ്കിലും കോൺഗ്രസിന്റെ വിശദീകരണമുണ്ടോ? ബി.ജെ.പി. എന്താണ് ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്? നിലവിൽ കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ അല്പസമയത്തിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു, രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വലിയ വിമർശനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. സാം പിട്രോദ നടത്തിയിരിക്കുന്നത് സ്കിൻ കളർ നോക്കി, തൊലിയുടെ നിറം നോക്കി വംശീയമായി അധിക്ഷേപിക്കുകയാണ് രാജ്യത്തെ ജനങ്ങളെ. ഇത് രാജ്യത്തെ പാരമ്പര്യത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായി കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ എന്താണ് നിലപാട് അറിയിക്കുന്നത്, മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായി ഇടപെടുന്നുണ്ട് എന്ന പല തവണയും രാഹുൽ ഗാന്ധി പരാമർശിക്കുന്നുണ്ട് പല തെരഞ്ഞെടുപ്പ് വേദികളിലും. പക്ഷേ അതിലൊന്നും തന്നെ ഇക്കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നേരത്തെ സാം പിട്രോദ നടത്തിയിട്ടുള്ള പരാമർശങ്ങളിലൊന്നും തന്നെ കൃത്യമായ പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അല്പസമയത്തിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോയിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽക്കിടെ പരാമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ബി.ജെ.പി. ഇത് വലിയ ആയുധമാക്കി എടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ ഒരു അധിക്ഷേപ പ്രസംഗം തന്നെയാണ് ഇപ്പോൾ സാം പിട്രോദയുടെ ഭാഗത്ത്. ശരി മിഥുൻ, എന്തായാലും സാം പിട്രോദ വീണ്ടും കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ഇനി കിട്ടാനുള്ളത്.